ദിവസം നീണ്ടുനിന്ന ചിട്ടയായ ജില്ലാ സമ്മേളനത്തിന് ശേഷം നടപടികൾ പൂർത്തിയാക്കി ഐക്യകണ്ഠേന CPM-ന്റെ തിരുവനന്തപുരം ജില്ലയെ നയിക്കാൻ വീണ്ടും വി ജോയിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വി ജോയി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപുലമായ സമ്മേളനം, ചിട്ടയായ പൊതുചർച്ച, സമ്മേളന നടപടികൾ പൂർത്തിയായി ഐക്യകണ്ഠേന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയെ നയിക്കാൻ വീണ്ടും സെക്രട്ടറിയായി അങ്ങേ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തരത്തിലുള്ള ഗൗരവമായ ചർച്ചയാണ് സമ്മേളനത്തിൽ നടന്നത്? സമ്മേളനത്തിലെ ഞങ്ങളുടെ ചർച്ചയെ സംബന്ധിച്ച് 41 പ്രതിനിധികളാണ് വിവിധ ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. പാർട്ടിയുടെ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള നമ്മുടെ കുറവുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു നല്ല ഡിസ്കഷനാണ് ജില്ലയിലെ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഡിസ്കഷൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ജില്ലയിലൊരു വലിയ മുന്നേറ്റത്തിന് കളമൊരുക്കും. എല്ലാം ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങളും സഖാക്കളുടെ ഇടപെടലുമെല്ലാം നന്നായിട്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാത്തിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളാണ്. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയെ സജ്ജമാക്കേണ്ട വലിയ ഉത്തരവാദിത്തം കൂടെയുണ്ട്. പറഞ്ഞതും ശരിയാണ്. വളരെ വലിയ ഉത്തരവാദിത്വമാണ് ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, നിയമസഭാ തിരഞ്ഞെടുപ്പും ഈ വരാൻ പോകുന്ന കാലയളവിനുള്ളിൽ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തലസ്ഥാനത്തെ പാർട്ടിയാണ്, പാർട്ടി ആസ്ഥാനം, ഭരണസിരാ കേന്ദ്രം, അങ്ങനെ വിപുലമായ സമരങ്ങളുടെ കേന്ദ്രമൊക്കെയാണ്. 42,000-ഓളം അധികം വരുന്ന പാർട്ടി മെമ്പർമാരുള്ള ജില്ലയാണ്. അപ്പോൾ ഈ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, LC സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനത്തിൽ വന്നത്. ചുരുക്കം ഒന്ന് ഉണ്ടായത് മംഗലപുരത്താണ്. അത്തരം ഒരാൾ എങ്ങനെ പാർട്ടിയുടെ സെക്രട്ടറിയായി തുടർന്നു എന്ന ചോദ്യമാണ് പലരും ചോദിച്ചത്. ചില മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരണം കൊടുത്തു. ഇത്തരം കാര്യങ്ങളിൽ ഇനി സൂക്ഷ്മത പുലർത്താൻ ഏതൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങളാണ് സമ്മേളനം കൈക്കൊണ്ടത്? അല്ല, അത് നമ്മൾ ഈ ഒരു സംഭവം തിരുവനന്തപുരം ജില്ലയിലെ മാത്രമല്ല, കേരളത്തിലെ പാർട്ടിയെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഈ ഓരോ സഖാക്കളുടെയും ജീവിത സാഹചര്യവും അവരുടെ പ്രവർത്തന ശേഷിയും പ്രവർത്തന രീതിയും എന്തൊക്കെയാണ് ബന്ധങ്ങളെന്നതിനെ സംബന്ധിച്ച ഒരു ആത്മപരിശോധന നടത്താൻ നമ്മുടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുംകാലങ്ങളിൽ അത്തരം ചില പുഴുക്കുത്തുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരും. ഇന്നിപ്പോൾ ഗോവിന്ദമാഷ് സമാപന ദിവസം നടത്തിയ പ്രസംഗത്തിൽ അതാണ് പ്രത്യേകിച്ച് ഊന്നി പറഞ്ഞത്. പാർട്ടി സഖാക്കൾ പാർട്ടി മൂല്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ, പാർട്ടിക്ക് ചേരാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നുണ്ടോ, അത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം അതാത് ഘടകങ്ങൾക്കാണ്. ആ ഘടകങ്ങൾ വളരെ വിജിലൻ്റായി ഈ പ്രവർത്തനങ്ങളിൽ ഇടപെടണം എന്നുള്ളതാണ്. താങ്ക് യു, അഭിനന്ദനങ്ങൾ. വീണ്ടും പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി ജോയിയാണ് കൈരളി ന്യൂസിനോട് അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. 3 ദിവസക്കാലം നീണ്ട ചിട്ടയായ സമ്മേളനം പൂർത്തിയാക്കി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വീണ്ടും വി ജോയിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ക്യാമറാമാൻ ബിച്ചു പൂവച്ചനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.